ഷാഹിദ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷാഹിദ റഹ്മാൻ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ചൂട് ചോറിൻ്റെ കൂടെയും ദോശയുടെയും അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും പുട്ടിൻ്റെയും കൂടെ ബെസ്റ്റ് കോമ്പിനേഷനായ ചമ്മന്തിപ്പൊടിയാണ്. വേപ്പില കട്ടി എന്നും പറയും. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം, എന്നാലേ നല്ല രുചിയിൽ ചമ്മന്തി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇനി വേപ്പില കട്ടിക്ക് എന്തെല്ലാം ഉള്ള ചേരുവകൾ നോക്കാം. ഒരു ഇടത്തരം തേങ്ങ തിരുവി വച്ചിരിക്കുന്നു, നെല്ലിക്ക വലിപ്പത്തിൽ വാളംപുളി, ഉണക്കമുളക് ഒരു 6-7 എണ്ണം, കറിവേപ്പില ഒരു പിടി, മല്ലി 1 സ്പൂൺ, ഉഴുന്നുപരിപ്പ് 1/2 സ്പൂൺ, കുരുമുളക് 1/2 സ്പൂൺ, താളിച്ചെടുക്കാൻ വേണ്ടി 5-6 ചോള ചുമന്നുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, ഇത്രയുമാണ് ആവശ്യം. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ഗ്യാസ് ഓണാക്കിയതിന് ശേഷം 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കൂടുതൽ എണ്ണയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. എണ്ണ ചൂടാകുമ്പോൾ ചുവന്നുള്ളി ഇട്ട് കൊടുക്കുക. ചുവന്നുള്ളി നല്ല നിറം മാറുന്നത് വരെ വഴറ്റുക. നല്ലപോലെ വഴറ്റി ബ്രൗൺ കളർ ആകുന്നത് വരെയും വഴറ്റുക. എന്നിട്ടുണ്ട്. ഇനി 2 ഉലുവ ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളിയും ഒരു 3 അല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞത് അതും ഇട്ട് കൊടുക്കുക. നല്ലപോലെ ബ്രൗൺ കളർ ആവുന്നത് വരെയും വഴറ്റുക. വന്നിട്ടുണ്ട്. ഇനി നല്ലപോലെ ചിരകിയെടുത്ത തേങ്ങ ഇട്ട് കൊടുക്കുക. തീ കുറച്ച് വെച്ച് വേണം വറുക്കാൻ. വറുക്കുന്നതിൻ്റെ ഇടയിൽ ഉണക്കമുളക് ഇട്ട് കൊടുക്കുക. ഞാനിത് പിരിയമുളകാണ് ഇടുന്നത്. അധികം മുളക് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, കുരുമുളക് ചേർക്കുന്നത് കൊണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉഴുന്ന്, കുറച്ച് മല്ലി, കുറച്ച് കുരുമുളക്, ഇത്രയും ഇട്ട് കൊടുക്കുക. കുരുമുളകും മല്ലിയും ഉഴുന്നും ഇട്ട് കൊടുക്കുക. തേങ്ങയുടെ ഈർപ്പം, ജലാംശം നല്ലവണ്ണം പോകുന്നത് വരെയും വറുത്തുകൊണ്ടിരിക്കുക. ഒട്ടും കരിഞ്ഞു പിടിക്കരുത്. അത് വേണം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാൻ. തേങ്ങയുടെ വെള്ളം വറ്റി ലൈറ്റ് ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു പിടി കറിവേപ്പില ഇട്ട് കൊടുക്കുക.
കുരുവെല്ലാം കളഞ്ഞ് കുറച്ച് വാളൻപുളി നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള പിച്ചി പിച്ചി ഇട്ട് കൊടുക്കും. ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളൻപുളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നല്ലപോലെ ഇളക്കി വീണ്ടും കുറച്ച് നേരം കൂടെ വറുത്ത് കൊടുക്കുക. ഒരു തീയലിനൊക്കെ വറുക്കുന്ന ആ കളറ് ആവണ്ട, അതിനേക്കാളും കുറച്ച് മുമ്പേ ആയിട്ട് നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാം. ഇത് കുറച്ച് അധികം ദിവസം 1 മാസമൊക്കെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഒന്നും ഇടാതെ വറുത്തെടുക്കണം, എന്നാലേ ഇരിക്കുള്ളൂ. കുറച്ച് കായപ്പൊടി ചേർക്കും. നല്ലവണ്ണം ഇളക്കും. തേങ്ങയുടെ നിറം നല്ല ബ്രൗൺ കളറാകുന്നത് വരെയും വറുക്കുക. എല്ലാം നല്ല വറവായതിന് ശേഷം ലാസ്റ്റ് വറവ് നല്ല സിമ്മിലാക്കി വെച്ചിട്ടേ വറുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. നമ്മൾ എത്ര വറുക്കുന്നോ അത്രയും നല്ലതാണ്, അത്രയും കേടുകൂടാതെ ഇരിക്കും. ഒരു കറിയും ഇല്ലാത്ത സമയം ഇതും മോരും കൂടെ ആണെങ്കിലും ചോറ് എത്ര വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. നല്ല പരുവത്തിൽ വന്നിട്ടുണ്ട്, വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് അടുപ്പ് അണച്ചതിന് ശേഷം ചൂടാറിയിട്ട് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. മന്തിക്ക് വേണ്ടി വറുത്ത തേങ്ങാക്കൂട്ട് നല്ല മൊരിഞ്ഞ് വന്നപ്പോൾ വേറൊരു പാത്രത്തിലോട്ട് ഞാൻ മാറ്റി വെച്ചു. അത് തണുത്തിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കുക. ഞാൻ ഇതുവരെ ഇതിലൊട്ടും ഉപ്പ് ചേർത്തിട്ടില്ല. കുറച്ച് ഉപ്പ് ചേർത്ത് പൊടിച്ചെടുക്കാം. ആദ്യം പൾസിലിട്ട് അടിച്ചടിച്ചെടുത്തതിന് ശേഷം നല്ലവണ്ണം അടിച്ചെടുക്കുക. അപ്പം ഞാൻ പൊടിച്ചു കൊണ്ടുവരാം. ആദ്യം കുറച്ച് ഉപ്പ് ചേർക്കാം, അതിനുശേഷം വേണമെങ്കിൽ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ മിക്സിയിലിട്ട് പൊടിച്ചു കൊണ്ടുവരാം. ചമ്മന്തിപ്പൊടി ഞാൻ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി വേറൊരു പാത്രത്തിലോട്ട് ഇടുക. നല്ല രുചിയുള്ള മുളകും തേങ്ങയും എല്ലാം വറുത്തുള്ള ചമ്മന്തിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും എല്ലാം ഇഡലിയുടെ കൂടെ എല്ലാം കഴിക്കാവുന്നതാണ്. ഇത് പ്രവാസികൾക്ക് അവിടെ കൊണ്ടുപോയി കഴിക്കാവുന്ന ഒരു ചമ്മന്തിപ്പൊടിയാണ്. ഇങ്ങനെ വറുത്താൽ തന്നെ 1 മാസം ഇരിക്കും. ഇനി ഉള്ളിയൊന്നും ഇടാതെ വറുക്കുകയാണെങ്കിൽ നല്ലപോലെ വളരെ കാലം ഇരിക്കുന്നതാണ്. ഉള്ളിയും വെളുത്തുള്ളിയും എണ്ണയും ഇടാതെ നിങ്ങൾ ചുമ്മാ വറുത്ത് എടുക്കുകയാണെങ്കിൽ ബാക്കി ചേരുവകളെല്ലാം ചേർത്ത് ഒരു കേടും ആകാതെ ഇരിക്കും. തേങ്ങ നല്ലവണ്ണം വറുത്തെടുത്താൽ മതി. ഇച്ചിരി ഉണക്ക തേങ്ങ വേണം ഇതിനെടുക്കാൻ. ഇതെല്ലാവരും ചെയ്തു നോക്കണം. ചെയ്തു നോക്കി കഴിച്ച് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും എല്ലാം ഇതായി ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഇതിൽ ചേർക്കണമെന്നോ എല്ലാം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ്. ഇത് നല്ല റെസിപ്പിയായിട്ട് വരുന്നത് വരെ ബായ്.
എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.